മോർണിംഗ് എവരിബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ജാനുവരി 12 സൺഡേ. ഞങ്ങൾ രണ്ടുപേർക്കും ഇന്ന് ഓഫാണ്. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൂടാതെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് പ്രത്യേകതകളും കൂടെ ഉണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ചരിത്ര പ്രധാനമായ ഒരു ദിവസം കൂടെയാണിന്ന്. സോ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തോട്ടൊക്കെ കയറുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ നമ്മളുടെ ഡേ ഔട്ട് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഇവിടെ സമയം ഒരു 8 മണി കഴിഞ്ഞു. ഞാൻ മാത്രമേ എണീച്ചുള്ളൂ ഇത്ര നേരമായിട്ട്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, രാഹുലിനൊരു ചായ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ. ഇവിടെ പുറത്ത് നല്ല തണുപ്പുണ്ട്. ഞാനിവിടെ വന്ന് കാർ ഓൺ ചെയ്തിട്ടിരിക്കുക. കാരണം ഈ വിൻ്റർ ടൈമിൽ നമുക്ക് കാർ എടുക്കുന്നതിന് മുമ്പ് കാറൊന്ന് ഓൺ ചെയ്തൊന്ന് വാം ചെയ്യണം. അകത്ത് ഭയങ്കര തണുപ്പാണ്. ഗ്ലാസ്സൊക്കെ ഭയങ്കര ഫ്രോസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഭയങ്കര ലൈറ്റാട്ടോ. സാധാരണ ഇങ്ങനെയൊന്നുമല്ല, 10-15 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ മഞ്ഞ് പെയ്യാത്ത ദിവസങ്ങളാണ് ഭയങ്കര തണുപ്പെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് പുറത്ത് പോകാം. തക്കനൊരു സ്റ്റാർബക്സിന്നൊരു ഫേവറേറ്റ് ഡ്രിങ്ക് ഉണ്ട്, അതെന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ ഐപാഡ് എൻ്റെ ഓഫീസിൽ മറന്നു വെച്ചു. അതും പോയിന്ന് എടുക്കണം. ഞാനെന്തായാലും എൻ്റെ ഐപാഡ് പോയി എടുത്തിട്ട് വന്നു. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നേ. ഹി ആക്ച്വലി പ്രാക്ടീസസ് വൈക്കിംഗ് റിയാക്ട്മെൻറ്റ് ആൻഡ് സോ മച്ച് മോർ. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസും വൈക്കിങ്സാണ്. ഇതെൻ്റെ സെക്കൻഡ് ടൈം ഞാനത് കാണുന്നത്. സോ ഐ വാസ് സോ മച്ച് ഇൻട്രസ്റ്റഡ് ടു വൈക്കിംഗ് സ്റ്റാഫ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഹി ആക്ച്വലി ഗിഫ്റ്റഡ് മീ വൺ ഓഫ് ഹിസ് ഹാൻഡ് ക്രാഫ്റ്റഡ് നൈഫ്. ഇത് ഡ്രാഗൺ അയ്യ, അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്കത് കാണിച്ചു തരാം കംപ്ലീറ്റ് ആയിട്ട്. എന്തോ വൈക്കിങ്സിൻ്റെ എന്തോ പ്രിൻ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതും പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കിയ ലെതറിൻ്റെ ഒരു കവറാണ് ഇതിൻ്റെ. വെരി ഷുവർ. പിന്നെ നേരെ സ്റ്റാർബക്സിലേക്ക് പോവാം. Hi, give me a minute. Thanks. ഇവിടെ എൻ്റെ താക്കോൽ ചെക്കിൽ പലപ്പോഴും ഞാൻ അവിടെ ഇവിടെ ഈ ഓരോരോ പോക്കറ്റിൽ വെച്ച് മറക്കാറുണ്ട്. ഓക്കെ, വീട്ടിൽ പോവാം. ഈ ഡ്രിങ്കിന് താഴെ എവിടെയും ചിന്താതെ ഇനി ഞാൻ വീട്ടിലേക്ക് എത്തിക്കണം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഹാപ്പി ആനിവേഴ്സറി തക്കു. എന്താ സ്റ്റാർബക്സിന് എന്ത് ഡ്രിങ്ക് വാങ്ങിച്ചു കൊടുത്താലും തക്കുവിന് അത് ഇഷ്ടമില്ല. പിന്നെ വളരെ റെയർ ആയിട്ടാണ് അവിടുത്തെ ചായ ടീ, അതും ചില ഫ്ലേവേഴ്സ് മാത്രം ഇഷ്ടപ്പെടുള്ളൂ. ഇത് നീ നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഡെവിന് എനിക്ക് തന്നതാ. ഡെവിൻ ഉണ്ടാക്കി കത്തിയ വൈക്കിംഗ് കത്തി ഡ്രാഗണായി. എന്താ ഡ്രാഗണായി?
One eternity later. ഓക്കെ ആണോ? പോവാം, ഞാൻ റെഡി. പക്ഷെ ഞാൻ എവിടേക്ക് ജോലിക്ക് പോണ പോലെയാണല്ലോ റെഡി ആയിരിക്കുന്നത്. തക്കു ഇങ്ങനെയല്ലേ എന്റെ അടുത്ത് കാഷ്വലായിട്ട് റെഡി ആകാൻ പറഞ്ഞ് അല്ലേ? കൊള്ളാവോ? നമ്മളെ വീട്ടിൽ നിന്ന് യാത്ര കുറച്ച് കുറേ സമയമായി. രാവിലെ പിന്നെ കുറച്ച് നേരം ഭയങ്കര തിരക്കായി പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനു മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്തു. തക്ക് കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഞാൻ പുറത്തോട്ട് പോയത്. രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ റെഡി ആവാൻ കുറച്ച് സമയം എടുത്തു. ഒരു 10 മിനിറ്റ് കുറച്ചൊന്ന് ഒരുങ്ങാൻ. ഞാൻ റെഡി ആയിട്ട് വന്നപ്പോ നീ പാത്രം കഴുകണം. പാത്രം കഴുകിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുത്തില്ല റെഡിയാവും. ഒരുങ്ങണ്ട പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞ എത്ര നേരത്തെ ഒരുങ്ങി ഇറങ്ങി 5 മിനിറ്റ്. തക്കുന് വെറുതെ ഷർട്ട് പാന്റ് ഇട്ടാ മതി. എനിക്ക് അങ്ങനെയാണോ? പിന്നെ നീ എന്തിനും എല്ലാം തയ്ച്ചിട്ട് ഉണ്ടാക്കണം. അല്ലല്ലോ, ഉള്ള സാധനം എടുത്ത് കൊടുത്താ പോരെ. ഇതൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. പറയാനില്ല. ഇന്ന് today is going to be very very exciting day. പുറകിൽ ഇരുന്നിട്ട് ചോരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. നമ്മൾ ഈ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഒരു സാധനം വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നേ. എന്താ വല്ലതും പറയാനുണ്ടോ? നമ്മള് കൊറേ എന്നെ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഈ സാധനം നിന്നെ കാണുന്നില്ല കോപ്പ്. അതിന് പറ. നമ്മുടെ വിഷ് ലിസ്റ്റില് കൊറേ കാലം കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളുണ്ട് നമ്മൾ ഇത് വാങ്ങിക്കണം എന്ന് കുറേ നാളുകൊണ്ട് പറഞ്ഞിരിക്കാം. പക്ഷെ അതിനുള്ള സമയ സന്ദർഭം ആയിട്ടുണ്ടായിരുന്നില്ല. മേ ബി ബഡ്ജറ്റ് ആയെങ്കിൽ പോലും അത് ഒരു മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ളൊരു പർപ്പസ് നമ്മൾ മുന്നിൽ കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിനൊരു സമയം വന്നെന്ന് തോന്നുന്നു. പിന്നെ ന്യൂ ഇയർ ആയതിനു ശേഷം ഭയങ്കര ചിലവാണ്. ഞാൻ അതിന് ശേഷമാണ് ഓസ്മോ DJI പുതിയ ഫിലിമിംഗ് ഗാഡ്ജറ്റ് വാങ്ങിച്ചത്. ഇതൊരു ഗാഡ്ജറ്റാണ്. അപ്പോൾ അതിനുള്ള സമയ സന്ദർഭവും ആവശ്യവും വന്നും തോന്നി. പിന്നെ നമ്മൾ രണ്ടുപേരും വായിൽ സ്വർണ്ണക്കരണ്ടി ഒന്നും വെച്ച് ജനിച്ചവരല്ലാത്തതുകൊണ്ട് ഇതുപോലെ എല്ലാ സാധനങ്ങളും പ്ലാൻ ചെയ്തും അല്ലെങ്കിൽ അതിനുവേണ്ടി സേവ് ചെയ്തും ഒക്കെ നോക്കി പ്രയോറിറ്റീസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് പല കാര്യങ്ങളും വാങ്ങിക്കാറ്. ഇപ്പൊ അതിനുള്ള സന്ദർഭമായെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു ചെറിയൊരു ടൗണിലാണ്. അതായത് ടൊറന്റോ പോലുള്ള സിറ്റിയിൽ നിന്ന് കുറച്ചധികം ദൂരെയാണ്. അപ്പോൾ ഇതിനുള്ള സ്റ്റോറും കാര്യങ്ങളൊക്കെ നമുക്ക് പോകണമെങ്കിൽ മെയിൻ സിറ്റിയിലോട്ട് തന്നെ മെയിനായിട്ട് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി എത്ര സമയമുണ്ട്? ഒരു 30 മിനിറ്റ്സ് കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. നാട്ടിലൊക്കെ ഒരു വർഷത്തിൽ ഒരു പനിയൊക്കെ പിടിച്ചാലായി. പക്ഷെ എനിക്കിവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് വയ്യാതാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. തക്കുര അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇയാൾക്ക് വയ്യാതായിട്ടേ ഇല്ല. 10-15 ദിവസം കിടന്നിട്ടുണ്ട്. തക്കുന് തൊണ്ടവേദനയും അതൊന്നും ഇടയിൽ വരാറേ ഇല്ല എന്നാണ് പറയുന്നത്. ഫുള്ളുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. സമ്മറിന്ന് ഫാളിലേക്ക് പോകുമ്പോ ഞാൻ എന്തിനാ അടുത്തിരിക്കുന്നത്? എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കേ. രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകണം, തിരിച്ചു വരണം, വീണ്ടും ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, സമയത്തിന് ഉറങ്ങണം. എന്റെ ഉറക്കം നശിപ്പിക്കുന്നത് മെയിൻ കാരണങ്ങളാണ്.
ഞാൻ എന്ത് ചെയ്തിട്ടാ? ഉറങ്ങി കിടക്കണ എന്റെ അടുത്ത് വന്ന് കൊഞ്ചി കഴിയും. ഇതൊന്നും പബ്ലിക്കില് പറയല്ലേ. അല്ലേ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഒരുത്തം മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം. അപ്പൊ അവന് ഉറങ്ങാൻ വിടയല്ലേ വേണ്ടത്? അതല്ല ഇവിടത്തെ കോൺസെപ്റ്റ്. ഞാൻ ഉറങ്ങില്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ട. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചില തോന്നലുണ്ട് ഇതിൽ ഞാനാ ഭയങ്കര സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഹി ജസ്റ്റ് ലെറ്റ് മീ ഡോമിനേറ്റ് ഓൺലി ഓൺ ദ സ്ക്രീൻ. ബിഹൈൻഡ് ദ സ്ക്രീൻ ഹി ഈസ് ആക്ച്വലി ഇന്റിമിഡേറ്റിംഗ് മീ. അതെ അതെ. ബിഹൈൻഡ് ദ സീൻ അവരാരും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. സീനൊക്കെ ക്യാമറ എടുത്ത് വെച്ച് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം സീരിയലൊക്കെ TRP ഒക്കെ കുറഞ്ഞു കയറും. അമ്മാതിരി ഡ്രാമയാണ് വീട്ടിൽ കാണുന്നത്. എന്റെ പൊന്നമ്മച്ചി, പരസ്പരമൊക്കെ മറ്റേ 2 അടി മാറിയിരിക്കും. പരസ്പരം കുങ്കുമപ്പൂവ് പിന്നെ ഇതൊക്കെ കാണാറുണ്ട്. പിന്നെ എന്റെ അമ്മ കാണുമ്പോഴത്തേക്ക് ഞാൻ സൈഡിൽ പരസ്പരം കുങ്കുമപ്പൂവ്, എല്ലാത്തിനും പാരിജാതം. വേറെ ഭയങ്കര ഹിറ്റ് ആയ ഒരു സീരിയലുണ്ട് തക്കു. അല്ല, മറ്റേ ചൈനീസുകാരും ഒക്കെ കാണുന്ന അതിന്റെ ഒരു ഓഡിയോ ഡബിങ് വെർഷനൊക്കെ ഭയങ്കര പോപ്പുലർ ആണ് OTT-ൽ. ഈ ഒരു അമ്മ സീൻ എങ്ങനെയാ എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു കഥ പറയണ്ട, എല്ലാ സീരിയലും ഒരുപോലെ. സത്യം, ക്യാരക്ടേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. പിന്നെ മറ്റേ ജാനുക്കുട്ടീന്റെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, മറ്റേ അവള് IAS ആവണത്. അതും കുറച്ച് അത്യാവശ്യം പോപ്പുലർ. ദീപ്തി IAS. അതല്ല, അതാണ് പരസ്പരം. ഓ, ഇതൊക്കെ ഹിന്ദി വെർഷൻ ഉണ്ട് തക്കു. ഹിന്ദി എന്റെ അമ്മ ഹിന്ദി സീരിയൽ കാണുമായിരുന്നു. സാത്യ, അതിന്റെ റീമേക്ക് ആണ് മലയാളത്തിൽ ഏതോന്ന് ഹിറ്റ് ആയതെന്ന് തോന്നുന്നു. അല്ല, ആണോ? എനിക്കറിയില്ല. എന്റെ അമ്മ ഈ സീരിയൽ കാണുമായിരുന്നു. വീഡിയോ എടുത്തതിന് ഈ ഭാഗമൊന്നും ഇടാൻ മറക്കരുത്, എന്റെ അമ്മ കേൾക്കാൻ വേണ്ടിട്ടാണ്. So we've been together for few years now. കുറച്ചധികം വർഷങ്ങളായി ഇപ്പൊ നമ്മൾ ഒരുമിച്ചുണ്ട്. എന്താണ് അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. വളരെ നല്ലൊരു ജേർണി ആയിരുന്നു, ഒന്നും പറയാനില്ല. ഇന്നലെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മിസ്റ്റർ രാഹുൽ ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹി ബോട്ട് മീ എ കേക്ക്. ഒരു ഗ്രീറ്റിംഗ് ഒക്കെ ആയിട്ട് തക്കു സാറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനിത് ചോദിച്ചായിരുന്നു എന്തെങ്കിലും നമ്മൾ പരിപാടി ചെയ്യുന്നുണ്ടോന്ന്. അപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും ചെയ്യാതെ അങ്ങ് ഇരുന്നു. അപ്പൊ ഇന്നലെ കേക്കും ഒരു ഗ്രീറ്റിംഗ് ഒക്കെ വാങ്ങിച്ചിട്ട് അമ്മ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, അടുത്ത ദിവസം പോയിട്ട് ഞാനൊരു സ്റ്റാർബക്സ് എന്ന തക്കുനൊരു ഫേവറേറ്റ് ഡ്രിങ്ക് ഉണ്ട്, അപ്പൊ അത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇത് പോയി വാങ്ങിച്ചത്. ഇതിപ്പോ എന്താ അവസ്ഥ? അവിടുന്ന് വാങ്ങിക്കുന്ന ഒരു സാധനം ഈ മനുഷ്യന് ഇഷ്ടമല്ല. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. തക്കുന് അത് തക്കുന്റെ ഫ്ലേവർ അനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാൻ അറിയാത്തോണ്ടാ. അവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഹേ, ഒരു സാധാരണ മനുഷ്യന് കടയിൽ കയറി ചായ ഒഴിച്ചു കഴിഞ്ഞാൽ ചായ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരുത്തിന് ഓർഡർ ചെയ്യാൻ പറ്റണം. അവിടെ ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്ത് എനിക്ക് തന്നെ ഓർഡർ ചെയ്യാൻ അറിയുന്നില്ല. അതായത് എന്ത് ഫ്ലേവർ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളവിടെ ജോലിക്ക് നിന്നുകൊണ്ട് ഇവൾക്ക് പല കാര്യങ്ങളും അറിയാം. സാധാരണ ഒരുത്തിന് ചെന്ന് കയറിയെന്ന് ഭ്രാന്തായി പോകും. ഉള്ള കാര്യം പറയാമല്ലോ. അതിനു വേണ്ടി ആ ടിമ്മി പോണം. ആകെപ്പാടെ 4-5 സാധനങ്ങളേ ഉള്ളൂ. ഒരു ചായ, ഓക്കെ, ചായ അടിച്ചു തന്നു, തീർന്നു. വൃത്തികെട്ട ചായ. സിമ്പിൾ. ജീവിതം സിമ്പിൾ ആയിട്ട് കാണണം. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഓഹോ, ഇത് നമ്മളവിടുത്തെ മുകളിൽ കയറി. ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം പോയി വാങ്ങിക്കേണ്ട, കുറച്ചൊന്ന് കറങ്ങാന്ന് വിചാരിക്കുക. എക്സൈറ്റഡ് ആണോ?
പൈസ പോകണം. പൈസ പോട്ടെ, പ്രതാപം വരട്ടെ. ഞാനാണെങ്കിൽ ഇത് വാങ്ങിച്ചതിന് ശേഷം എപ്പോഴും വെച്ചത് ഭയങ്കര ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോറൂമിൽ വന്നിട്ട് സർവീസ് ചെയ്തു. Now it's feel lot better. നമ്മൾ ഒരു 2 വർഷം മുമ്പ്, 2 വർഷമായി അല്ലേ, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഏതൊരു ഷോപ്പിംഗ് മാളിൽ കയറി ഇറങ്ങിയപ്പോൾ തക്കൊരു ട്രെൻച്ച് കോട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ വാങ്ങിച്ചില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. $250 എന്തോ ഉണ്ടായിരുന്നു. 250യോ? ഭയങ്കര എക്സ്പെൻസീവ് ഇല്ല, അന്ന് നമ്മുടെ പൈസ ഇല്ല. അന്ന് നമ്മൾക്കത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചില്ല. പക്ഷേ അത് എൻ്റെ മനസ്സിലുണ്ട്. തക്ക പറയുമ്പോൾ എനിക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം തക്ക അത് നോക്കി വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത പോയത്. അപ്പോൾ ഞങ്ങൾ എല്ലാ കടകളിലും നേരിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടോ നോക്കുക. അപ്പോൾ സാറയിൽ നോക്കിയപ്പോൾ സാറയിൽ നിന്നല്ലായിരുന്നു. അപ്പം മുമ്പ് അത് H&M എന്നാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ സാറയിൽ നിന്നാണ്. പക്ഷേ ഇന്നും അത് കണ്ടാൽ മേടിക്കൂല. ഇന്ന് വേറെ അതിനെക്കാട്ടി വലിയ ചിലവുള്ളതുകൊണ്ട് ഇന്നും പൈസ ഇല്ല. ഞാനിവിടെ മാംഗോ ടാങ്കോ ട്രൈ ആണ്. ഇപ്പം എന്താ ട്രൈ ചെയ്യുന്നത്? എന്നെ കാണിക്കണമെങ്കിൽ ഞങ്ങളൊന്ന് കഷ്ടപ്പെടണ്ടേ. ഞാൻ എന്തോന്നാലും വേൾഡ് ക്ലാസ് ചോക്ലേറ്റ്. വേൾഡ് ക്ലാസ് ചോക്ലേറ്റ്. ഇനി പറ. എന്തോ പൈസ പോയൊരു സങ്കടം. പൈസ പോട്ടെ, പ്രതാപം വരട്ടെ. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ അമ്മ എന്നെ ഫോൺ വിളിക്കും. എന്നൊക്കെ പറയാൻ പോണ ഡയലോഗ് ഞാൻ പറഞ്ഞാൽ, അവന് ഇതിനൊക്കെ ചിലവാക്കാൻ കുറേ കാശ് കയ്യിലുണ്ട്, ലോൺ അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അവൻ പ്രാരാബ്ദം പറയും. ഇതെൻ്റെ അമ്മ പറഞ്ഞിരിക്കും. നോക്കിക്കോ മമ്മിക്ക് വേണ്ടി. ഞാൻ സെഫോറയിൽ പോയിട്ട് ഒരു ബ്ലഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ തവണ ബോക്സിംഗ് ഡേക്ക് എന്തുപോലെ ഒരു മോളിൽ വന്നിട്ട് സെഫോറയിൽ കയറി നോക്കിയപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക്. പിന്നെ എൻ്റെ ഷെയ്ഡിന് പറ്റിയതൊന്നും ഇവിടെ കാണാനുമില്ല. സോ ഐ ഡോണ്ട് തിങ്ക് സോ. എന്നെ തിരിച്ചു പോവാം. ഞാൻ സെഫോറയിൽ കയറുന്നെന്ന് പറഞ്ഞത് എന്നെ ഇവിടെ ആക്കിയിട്ട് ഒരാൾ കാറിൽ നേരത്തെ പോയി. സോ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ മിക്കവാറും പുറത്തോട്ട് ഇറങ്ങി കഴിക്കാൻ പോകുമായിരിക്കും. ഇത് പതിവാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. എന്തായാലും ഭക്ഷണം നമ്മളെപ്പോഴും പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പുറത്തുനിന്ന് എന്തായാലും കഴിക്കാം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. ഒരു മണ്ടത്തരം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി ജാക്കറ്റ് തക്കനോട് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ജാക്കറ്റില്ല, നല്ല മുടിഞ്ഞ് തണുപ്പുണ്ട്. സോ ഇറ്റ്സ് ഫ്രീക്കിംഗ് കോൾഡ്. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല എനിക്ക്. തക്കു എവിടെയാ നിൽക്കുന്നേ? എവിടെയാ? എന്നെ കണ്ടോ? അപ്പൊ നേരെ ഇറങ്ങിയ ഉടനെ നേരെ വന്നു ഞാൻ. പക്ഷേ ഏത് അയിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എടാ എന്റെ തക്കുടു. എടാ ഞാൻ എങ്ങനെ നിന്നെ കണ്ടുപിടിക്കും? നേരെയോ? എടുത്തോട്ടാ. ഓക്കെ. കണ്ടുപിടിച്ചു. ഇങ്ങോട്ടൊന്ന് കാണിച്ചതൊക്കെ.
ഫുഡ് വേണ്ട ഇതേ അവസ്ഥ. നേരത്തെ കഴിക്കുകയും ചെയ്യും, എന്നിട്ട് അവസാനം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതെടുക്കാനും വരും. പ്രത്യേകിച്ച് ചിക്കൻ, മീന് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്പെഷ്യൽ പോർഷൻ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് അവസാനം വെക്കുമ്പോൾ അതെടുത്ത് കൈയിടാൻ വേണ്ടി വരും. ശരിയല്ലേ? വയററിയാണ്ട ഫുഡ് വിളമ്പിയിട്ട് അവസാനം തിന്നാൻ പറ്റാതെ തിരിച്ചുകൊണ്ടുവന്ന് എൻ്റെ പ്ലേറ്റ് ഇടുമ്പോഴോ? അത് ഞാൻ ചെയ്യാറുണ്ട്, ഇല്ലാന്ന് പറയില്ല. പക്ഷെ കൊതിയോടെ കഴിക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന പോർഷൻ അവസാനം കൈയിട്ട് വന്ന് എടുക്കാറുണ്ടോ? ഇതാണ് അവസ്ഥ. എന്നിട്ട് ആദ്യം നേരത്തെ കഴിച്ചു കഴിയുകയും ചെയ്യും, എന്നിട്ട് വീണ്ടും വരും ഒന്ന്. പിന്നെ ഞാൻ കൂടുതൽ കഴിക്കുകയും ചെയ്യില്ല, അപ്പോൾ കുറച്ച് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. എന്താ എൻ്റെ ഫുഡ് വന്നിട്ടില്ല. നേരത്തെ കാലത്തിന് കിട്ടുന്ന ഫുഡ് ഓർഡർ ചെയ്യണം. ഇനി കൂടുതൽ ഇതൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങില്ല. താങ്ക് യു. എന്തുവാ നാളെ ഇത്? ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കഴിക്കാന്ന് പോലും എനിക്കറിയുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ, ഭാര്യ കഴിച്ചിട്ട് അടിക്കുക. മുട്ടിക്ക് ഒതുക്കി വെച്ച് കഴിക്കാം. കോൺസെൻട്രേഷൻ ഇനി ഫുഡിൽ മാത്രം. ഓക്കെ, ഞാൻ ടാറ്റ. ഞാൻ തിന്നു തീർത്ത് ഇത്രയായി. ഒരുത്തി കഴിച്ചു തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ? എനിക്ക് ഫുഡ് വന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവളുടെ ഫുഡ് വന്ന്. ഇത്ര നേരമായിട്ട് ആ പ്ലേറ്റ് അനങ്ങിയിട്ടില്ല. കഴിച്ചില്ലേ? ഇനി ഇതൊന്നും എന്നെ കൂടെ കഴിക്കാൻ പറ്റും. ഞാൻ എന്തായാലും പൊതിഞ്ഞെടുക്കുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയം ഇവിടെ 7 മണി കഴിഞ്ഞു. ഇന്നത്തെ ഞായറാഴ്ചത്തെ എല്ലാ കറക്കും കഴിഞ്ഞു. നാളെ മുതൽ ബാക്ക് ടു റുട്ടീൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ not to miss any updates. So നമുക്കിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീണ്ടും പുതിയ ഒരു വീഡിയോ വരുന്നവരെ ബൈ.